നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കാനഡയിൽ ഇന്ത്യക്കാർ സുരക്ഷിതമല്ലെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ വെളിപ്പെടുത്തൽ. കാനഡയിൽ ഇന്ത്യക്കാർ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ടെന്നും എല്ലാവരും ഭയാശങ്കയിലാണെന്നും ദിനേശ് പട്നായിക്. ഇന്ത്യയിലെ കനഡിയൻ ഹൈക്കമ്മീഷണർക്ക് സംരക്ഷണം ആവശ്യമില്ല, പക്ഷേ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് സംരക്ഷണം ആവശ്യമാണെന്നും തുറന്നു പറഞ്ഞ് പട്നായിക്. നവി മുംബൈയിലെ വാഷിയിലെ സെക്ടർ 17 MG കോംപ്ലക്സിലെ റഹേജ റെസിഡൻസിയുടെ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു മലയാളി കുടുംബത്തിലെ 3 പേർ ഉൾപ്പെടെ 6 പേർ മരിച്ചു. മരിച്ച മലയാളികൾ തിരുവനന്തപുരം സ്വദേശികൾ. ഒറിഗോണിലെ പോർട്ട്ലാൻഡിലേക്ക് നാഷണൽ ഗാർഡിനെ വിന്യസിക്കാൻ കോടതിയുടെ അനുമതി. ചിക്കാഗോയിലേക്ക് നാഷണൽ ഗാർഡിനെ വിന്യസിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം അനുവദിക്കരുതെന്ന് സുപ്രീം കോടതിയിൽ ചിക്കാഗോ നഗരത്തിന്റെയും ഇലിനോയ് സംസ്ഥാനത്തിന്റെയും അറ്റോർണിമാർ. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ സർക്കാരിനെതിരായ ഉപരോധങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതിന് യൂറോപ്യൻ യൂണിയനെതിരെ കടുത്ത വിമർശനം. 2026 മുതൽ ഇംഗ്ലണ്ടിലെ സർവകലാശാലകളിലെ ട്യൂഷൻ ഫീസ് ഓരോ വർഷവും വർദ്ധിപ്പിക്കുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ. ഇതോടെ ബ്രിട്ടനിലെ പഠന ചെലവ് കുതിച്ചുയരും. അടുത്ത 2 വർഷത്തേക്കുള്ള വർധനയും ഭാവിയിൽ നടപ്പാക്കേണ്ട നിയമനിർമ്മാണവും ഉടനുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സൺ പാർലമെന്റിൽ. പീറ്റർ ടോറോട്ടിനെ പപ്പുവ ന്യൂഗിനിയിൽ നിന്നുള്ള ആദ്യ വിശുദ്ധനെ പ്രഖ്യാപിച്ച് വത്തിക്കാൻ. ലോ കേരള സഭ UK നേതൃത്വത്തിൽ പ്രവാസികൾക്കായുള്ള നോർക്ക കെയർ ഓൺലൈൻ ക്യാമ്പയിൻ ഒക്ടോബർ 25 വൈകിട്ട്. PM ശ്രീക്ക് വഴങ്ങാൻ കേരളം തയ്യാറെടുക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് തമിഴ്നാട്. സ്വന്തം നയം രൂപീകരിച്ച് കേന്ദ്രത്തിനെതിരെ പോരാട്ടം ശക്തിപ്പെടുത്താനും തമിഴ്നാട്. ജില്ലാ പഞ്ചായത്തുകളിലെ സംവരണ ഡിവിഷനുകളുടെയും കോർപ്പറേഷനുകളിലെ സംവരണ വാർഡുകളുടെയും നറുക്കെടുപ്പ് പൂർത്തിയാകുന്നതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നെന്ന് പ്രതീക്ഷിച്ച് കേരളം. കിടക്കകളുടെ എണ്ണം കണക്കിലെടുക്കാതെ സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും നഴ്സുമാർ ഉൾപ്പെടെ മുഴുവൻ ജീവനക്കാർക്കും 6-12 മണിക്കൂർ ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പാക്കണമെന്ന് കേരള സർക്കാരിന്റെ നിർണായകമായ ഉത്തരവ്. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ കനഡിയൻ ഹൈക്കമ്മീഷണർക്ക് സംരക്ഷണം ആവശ്യമില്ല, പക്ഷേ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് സംരക്ഷണം ആവശ്യമാണെന്ന് തുറന്നു പറഞ്ഞ് കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് പട്നായിക്. കാനഡയിലെ ഇന്ത്യക്കാരെല്ലാം സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ടെന്നും എല്ലാവരും ഭയാശങ്കയിലാണെന്നും ദിനേശ് പട്നായിക് വ്യക്തമാക്കി. ഹൈക്കമ്മീഷണറായിട്ടും കാനഡയിൽ താൻ പോലും സംരക്ഷണം തേടേണ്ടി വരുന്ന സാഹചര്യമാണെന്നും കാനഡ ഇന്ത്യക്കാർക്ക് സുരക്ഷിതമാണോ എന്ന് കാനഡ സ്വന്തം സുരക്ഷയെക്കുറിച്ച് പോലും ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കാനഡയുടെ പ്രശ്നമാണെന്നും കാനഡയിൽ തന്നെയുള്ള ചില കാനഡക്കാരുടെ പ്രശ്നം സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാൻകൂവറിൽ ഒരു റെസ്റ്റോറന്റിന് നേരെ 3-ാം തവണയും ആക്രമണം ഉണ്ടായി. ഇന്ത്യക്കാരന്റെ ഉടമസ്ഥ റെസ്റ്റോറന്റിൽ വെടിവയ്പ് ഉണ്ടായി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നയതന്ത്രതലത്തിൽ 2 വർഷമായി നടന്ന ഭിന്നിപ്പ് പരിഹരിച്ച് ഇന്ത്യയും കാനഡയും പരസ്പരം അടുക്കുന്നതിന്റെ ശ്രമം ആരംഭിച്ചതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പുതിയ കമ്മീഷണറായി പട്നായിക്കിനെ നിയമിക്കുകയായിരുന്നു. ഇന്ത്യയിലെ കാനഡയുടെ പുതിയ ഹൈക്കമ്മീഷണറായി ക്രിസ്റ്റഫർ കൂട്ടറെയും കാനഡ കഴിഞ്ഞ ദിവസം നിയമിച്ചിരുന്നു. നവി മുംബൈയിലെ വാഷിയിൽ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു മലയാളി കുടുംബത്തിലെ 3 പേരടക്കം 6 പേർ മരിച്ചു. മരിച്ച മലയാളികൾ തിരുവനന്തപുരം സ്വദേശികൾ. തീപിടുത്തത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. വാഷിയിലെ സെക്ടർ 17 MG കോംപ്ലക്സിലെ റഹേജ റെസിഡൻസിയുടെ B വിങ്ങിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 12:40 തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനമുണ്ട്. 12-ാം നിലയിൽ താമസിച്ചിരുന്ന തിരുവനന്തപുരം സ്വദേശികളായ സുന്ദർ ബാലകൃഷ്ണൻ, ഭാര്യ പൂജ രാജൻ, മകൾ വേദിക എന്നിവരാണ് മരിച്ച മലയാളികൾ. അപ്പാർട്ട്മെന്റിലെ 10, 11, 12 നിലകളിലാണ് തീപിടുത്തമുണ്ടായത്. അമേരിക്കയിൽ നിലവിൽ വന്ന ഷട്ട് ഡൗൺ തുടരും. സെനറ്റിൽ ധനബിൽ പാസ്സാക്കാനാകാതെ വന്നതോടെയാണ് ഈ അവസ്ഥ. ഇതോടെ ലക്ഷക്കണക്കിന് അമേരിക്കൻ ജീവനക്കാർക്ക് ശമ്പളം വൈകും. ഇത് 11-ാം തവണയാണ് ബിൽ സെനറ്റിൽ വരുന്നതും പരാജയപ്പെടുന്നതും. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ധനാനുമതി ബിൽ 43-നെതിരെ 50-ലാണ് പരാജയപ്പെട്ടത്. ബിൽ പാസ്സാക്കാൻ വേണ്ടിയിരുന്നത് 60 വോട്ടുകളാണ്. ആ റിപ്പോർട്ടിലേക്ക്. നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിൽ വന്നത് 2017 ജനുവരി 20-നാണ്. തുടർന്ന് 2025 വീണ്ടും തുടരുന്നു. അമേരിക്കയെ വീണ്ടും കൂടുതൽ മഹത്തരമാക്കുമെന്ന മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിലെത്തിയ ട്രംപ് ഭരണകാലം അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരവും അനിശ്ചിതത്വം നിറഞ്ഞതുമായ കാലഘട്ടമായി മാറി. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ, നയങ്ങൾ, പ്രസ്താവനകൾ എന്നിവയെല്ലാം രാജ്യത്തിനകത്തും പുറത്തും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി. സാമ്പത്തിക നയങ്ങളിൽ നിന്ന് വിദേശ നയങ്ങളിൽ വരെ ട്രംപിന്റെ അനിയന്ത്രിതമായ സമീപനം അമേരിക്കയെ അന്താരാഷ്ട്രമായി ഒറ്റപ്പെടുന്നതിൽ വരെ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു. 2018 ഡിസംബർ മുതൽ 2019 ജനുവരി വരെ നീണ്ട ആദ്യ അമേരിക്കൻ ഗവൺമെന്റ് ഷട്ട്ഡൌൺ ട്രംപ് ഭരണകാലത്തെ ഏറ്റവും വലിയ ഭരണ പരാജയമായി കണക്കാക്കപ്പെടുന്നു. അതിർത്തി മതിലിനായി ബജറ്റിൽ പണം അനുവദിക്കണമെന്ന ട്രംപിന്റെ ആവശ്യം കോൺഗ്രസ് നിരസിച്ചതോടെ 35 ദിവസം ഗവൺമെന്റ് പ്രവർത്തനം നിലച്ചു. ആയിരക്കണക്കിന് ഫെഡറൽ ജീവനക്കാർ ശമ്പളം ലഭിക്കാതെ അന്ന് ദുരിതത്തിലായി. രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങൾ തകരാറിലായ അവസ്ഥയിൽ ട്രംപിന്റെ അഹങ്കാര നയം രാജ്യത്തെ സാമ്പത്തികമായി തളർത്തി.
അതിനുശേഷം വീണ്ടും ഇപ്പോൾ അമേരിക്ക അതേ അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വെറും നോക്കുകുത്തിയായി രാജ്യം സാമ്പത്തിക അനിശ്ചിതാവസ്ഥയുടെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിത്താഴ്ന്ന് കൈകാലിട്ടടിക്കുമ്പോൾ ട്രംപ് നിലകൊള്ളുകയാണ്. ട്രംപ് അപ്പോഴും മറ്റു രാജ്യങ്ങളെ കുറ്റപ്പെടുത്തിയും ശിക്ഷ വിധിച്ചും സ്വയം ന്യായീകരിച്ചും നല്ല പിള്ള ചമയാനുള്ള വ്യഗ്രതയിലാണ്. US സെനറ്റിൽ ധനാനുമതി ബിൽ വീണ്ടും പരാജയപ്പെട്ടതോടെ ഷട്ട്ഡൌൺ തുടരുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. 11ാം തവണയാണ് ധനാനുമതി ബിൽ പരാജയപ്പെടുന്നത്. അടച്ചുപൂട്ടൽ 21ാം ദിവസത്തിലേക്ക് നീണ്ടതോടെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്കാണ് ശമ്പളം വൈകുന്നത്. ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ധനാനുമതി ബിൽ 43-നെതിരെ 50-നാണ് സെനറ്റിൽ പരാജയപ്പെട്ടത്. ബിൽ പാസാക്കാൻ ആവശ്യം 60 വോട്ടുകളാണ്. ആരോഗ്യ പരിരക്ഷാ സബ്സിഡികൾ ഉൾപ്പെടുത്താത്ത ബില്ലാണ് ഡെമോക്രാറ്റുകളുടെ ശക്തമായ എതിർപ്പിന് കാരണമാകുന്നത്. ഭരണസ്തംഭനത്തെ തുടർന്ന് സാമൂഹ്യ സുരക്ഷാ ചെലവുകൾ, ആരോഗ്യ പരിചരണ ചെലവുകൾ, വിദ്യാർത്ഥികൾക്കുള്ള സഹായങ്ങൾ തുടങ്ങിയവയെല്ലാം മുടങ്ങിയിട്ടുണ്ട്. അവശ്യ സർവീസ് ഒഴികെയുള്ള സർക്കാർ സേവനങ്ങളെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ശമ്പളം കൊടുക്കാനും ദൈനംദിന കാര്യങ്ങൾക്കും വകുപ്പുകൾക്ക് പണമില്ലാതായതോടെ 7.5 ലക്ഷം ഫെഡറൽ ജീവനക്കാർ ശമ്പളരഹിത നിർബന്ധിത അവധിയിൽ തുടരുകയാണ്. ഷട്ട്ഡൌൺ കൂടുതൽ പിരിച്ചുവിടലുകൾക്ക് കാരണമാകുമെന്ന് പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിന് US ഫെഡറൽ ജഡ്ജി കഴിഞ്ഞ ദിവസം താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ട്രംപിന്റെ ഭരണകാലം പരിശോധിച്ചാൽ ട്രംപ് ഭരണകാലത്തെ ഏറ്റവും പ്രധാനമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് രാജ്യം നേരിട്ട സാമ്പത്തിക അസ്ഥിരത എന്ന് പറയേണ്ടി വരും. ചൈനയോട് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച തീരുമാനം അമേരിക്കൻ വിപണികളിൽ വലിയ ആഘാതം സൃഷ്ടിച്ചിരുന്നു. കസ്റ്റംസ് തീരുവകൾ ഉയർത്തിയതിലൂടെ അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് വിലവർധനവും വിപണിയിലെ അനിശ്ചിതത്വവും നേരിടേണ്ടി വന്നു. ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകളിലെ ഉൽപാദന ചെലവുകൾ വർദ്ധിച്ചതോടെ തൊഴിലാളികൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും വലിയ തിരിച്ചടിയുണ്ടായി. അതോടൊപ്പം ട്രംപിന്റെ നികുതി പരിഷ്കാരങ്ങൾ വലിയ കോർപ്പറേഷനുകൾക്ക് അനുകൂലമായിരുന്നെങ്കിലും സാധാരണ അമേരിക്കൻ പൗരന്മാർക്ക് അതിൽ യാതൊരു ഗുണവും ലഭിച്ചില്ല. സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു. ചെറുകിട തൊഴിലാളികൾ ബുദ്ധിമുട്ടിലായി. ഇതിനൊക്കെ പുറമെ ട്രംപ് ഭരണകാലം കുടിയേറ്റ വിരുദ്ധ നിലപാടുകളാൽ നിറഞ്ഞിരുന്നു. മെക്സിക്കോ അതിർത്തിയിൽ വേർതിരിക്കാനുള്ള തീരുമാനം, മുസ്ലിം ബാൻ നയം തുടങ്ങിയവ അമേരിക്കയുടെ മാനുഷിക മൂല്യങ്ങൾക്കും സ്വാതന്ത്ര്യാധിഷ്ഠിതത്വത്തിനും വിരുദ്ധമായ നടപടികളായിരുന്നു. അതിർത്തിയിൽ കുടിയേറ്റ കുടുംബങ്ങളെ വേർതിരിച്ച് തടങ്കലിലാക്കിയത് ലോകമൊട്ടാകെ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. കുട്ടികളെ മാതാപിതാക്കളിൽ നിന്ന് വേർതിരിച്ച ദൃശ്യങ്ങൾ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ക്രൂരതയെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞു. ഈ നയങ്ങൾ കാരണം അമേരിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ കറുത്തിരുന്നു. മനുഷ്യാവകാശ സംഘടനകളും UN മിഷനുകളും ട്രംപ് ഭരണകൂടത്തെ കഠിനമായി വിമർശിച്ചു. ട്രംപ് ഭരണകാലത്ത് അമേരിക്കയുടെ പരമ്പരാഗത കൂട്ടുകെട്ടുകൾ പോലും തകർന്നു. നാറ്റോ, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ കൂട്ടായ്മകളോടുള്ള അദ്ദേഹത്തിന്റെ അപക്വമായ പ്രസ്താവനകളും നിലപാടുകളും പാശ്ചാത്യ രാജ്യങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചു. ഇറാനുമായി നടത്തിയ ആണവ കരാർ റദ്ദാക്കിയത് മിഡിൽ ഈസ്റ്റിൽ സംഘർഷം വർദ്ധിപ്പിച്ചു. ചൈനയോട് വ്യാപാര യുദ്ധം തുടങ്ങി റഷ്യയുടെ അനുകൂല സമീപനം അന്ന് സ്വീകരിച്ചത് അമേരിക്കയുടെ നയതന്ത്രപരമായ സ്ഥിരതയെ പോലും തകർത്തു. ട്രംപ് ഭരണകാലം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നോട്ടു പോയ സമയം കൂടിയാണ്. ട്രംപിന്റെ ഭരണത്തിൽ മന്ത്രിമാരുടെയും ഉപദേഷ്ടാക്കളുടെയും സ്ഥാനമാറ്റം പതിവായി. ഭരണകൂടത്തിനുള്ളിൽ സ്ഥിരതയില്ലായ്മയും ഭിന്നതയും വർദ്ധിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം നടത്തിയ വിവാദ പ്രസ്താവനകൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലവാരം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലെത്തിച്ചു. വിമർശകരെ പബ്ലിക്കായി അപമാനിക്കുകയും മാധ്യമങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തത് അമേരിക്കൻ ജനാധിപത്യ മൂല്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യാൻ കാരണമായി. 2020 കോവിഡിന്റെ വ്യാപനം അമേരിക്കയെ പിടിച്ചുകുലുക്കിയപ്പോൾ ട്രംപിന്റെ പ്രതികരണം പരമാവധി അനാസ്ഥയോടെയുമായിരുന്നു. ശാസ്ത്രീയ നിർദ്ദേശങ്ങളെ അവഗണിച്ച് വൈറസിനെ ചൈനീസ് വൈറസ് എന്നെല്ലാം വിളിച്ച് പരിഹസിച്ച അദ്ദേഹം പ്രതിരോധ നടപടികൾ വൈകിപ്പിച്ചതിലൂടെ ലക്ഷക്കണക്കിന് പേർക്ക് ജീവൻ നഷ്ടമാക്കി. ട്രംപിന്റെ ഭരണകാലം അമേരിക്കയുടെ ഭരണചരിത്രത്തിൽ ജനാധിപത്യത്തെയും നയതന്ത്രത്തെയും മനുഷ്യാവകാശങ്ങളെയും അവഗണിച്ച ഒരു കാലഘട്ടമെന്ന് മാത്രം ചരിത്രം ഓർക്കും. ഒക്ലഹാമയിലെ സ്റ്റീൽവാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒക്ലഹാമ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ റെസിഡൻഷ്യൽ ഹാളിന് പുറത്തുണ്ടായ വെടിവെപ്പിൽ 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റവർ ഒരാൾ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ്. 19-ന് പുലർച്ചെയായിരുന്നു കാർക്കർ ഈസ്റ്റ് റെസിഡൻഷ്യൽ ഹാളിന് സമീപമുള്ള പ്രദേശത്തെ വെടിവയ്പ് നടന്നത്. ക്യാമ്പസിന് പുറത്തുള്ള സ്വകാര്യ പാർട്ടിക്ക് ശേഷം ചിലർ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് സംഭവമെന്ന് പോലീസ് അറിയിച്ചു. പരിക്കേറ്റ 3 പേരെയും ഒക്ലഹാമ സിറ്റി ടർസയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരിഗോണിലെ പോർട്ട്ലാൻഡിലേക്ക് നാഷണൽ ഗാർഡിനെ വിന്യസിക്കാൻ കോടതിയുടെ അനുമതി. നാഷണൽ ഗാർഡിനെ വിന്യസിക്കുന്നതിൽ നിന്നും ട്രംപ് ഭരണകൂടത്തെ തടഞ്ഞ താൽക്കാലിക നിരോധന ഉത്തരവ് തിങ്കളാഴ്ച ഒരിഗോൺ സർക്യൂട്ട് കോടതി റദ്ദാക്കി. സംസ്ഥാനത്ത് ഒരിഗോൺ നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിക്കാൻ ട്രംപ് ഭരണകൂടത്തെ അനുവദിച്ചുകൊണ്ട് ഒരിഗോണിലെ 9ാം സർക്യൂട്ട് കോടതി ജഡ്ജിമാരുടെ പാനലാണ്
വിധി പ്രസ്താവിച്ചത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ നാഷണൽ ഗാർഡിനെ പോർട്ട്ലാൻഡിലേക്ക് വിന്യസിക്കുന്നത് വിലക്കുന്ന ഉത്തരവ് ഇപ്പോഴും തുടരുകയാണ്. തിങ്കളാഴ്ച വിധിയെ ഒരെഗോൺ അറ്റോർണി ജനറൽ ഡാൻ റൈഫൽഡ് അപ്പലപിച്ചു. ഉത്തരവ് പിൻവലിക്കാൻ നിയമ പോരാട്ടം നടത്തുമെന്നും തന്റെ ഓഫീസ് 9ാം സർക്യൂട്ടിനോട് അപ്പീൽ ഹർജി വഴി ഉത്തരവ് പിൻവലിക്കാൻ ആവശ്യപ്പെടുമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ഷിക്കാഗോയിലേക്ക് നാഷണൽ ഗാർഡിനെ വിന്യസിക്കുന്നത് തടഞ്ഞ കീഴ്ക്കോടതി ഉത്തരവ് പിൻവലിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ തെറ്റായ വിവരങ്ങളെ അടിസ്ഥാനമാക്കി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ചിക്കാഗോ നഗരത്തിന്റെയും ഇലിനോയ് സംസ്ഥാനത്തിന്റെയും അറ്റോർണിമാർ തിങ്കളാഴ്ച സുപ്രീം കോടതി അറിയിച്ചു. ഇലിനോയ് നാഷണൽ ഗാർഡിനെ ഫെഡറലൈസ് ചെയ്യാൻ ട്രംപ് ഭരണകൂടത്തെ അനുവദിക്കുന്നതും എന്നാൽ അവരെ ഷിക്കാഗോയിലേക്ക് വിന്യസിക്കുന്നത് വിലക്കുന്നതുമായ നിലവിലെ കീഴ്ക്കോടതി ഉത്തരവിനെ സ്ഥിരപ്പെടുത്തണമെന്നും അറ്റോർണിമാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നേരിടുന്ന വ്ളാദിമിർ പുതിന് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഹംഗറിയിലേക്ക് എത്താൻ സാധിക്കുമോ? അതിന് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ അനുവദിക്കുമോ? ലോകം ഉറ്റുനോക്കുന്ന ചോദ്യം ഇതാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള 2ാം വട്ട ചർച്ച ഹംഗറിയിൽ നടക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. ട്രംപാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. നേരത്തെ അലാസ്കയിൽ നടന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഏതാണ്ടൊക്കെ വിജയമായിരുന്നു. പക്ഷേ അതിന്റെ തുടർച്ച ഇപ്പോൾ ഹംഗറിയിൽ നടക്കുമെന്ന പ്രതികരണങ്ങൾ ഇപ്പോൾ ശക്തമായി പുറത്തു വന്നിരിക്കുന്നു. അതിനു മുമ്പ് തന്നെ അമേരിക്കൻ റഷ്യൻ സ്റ്റേറ്റ് സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകൾ തുടങ്ങാനായി ട്രംപ് ആവശ്യപ്പെട്ടതായും അത് പുടിൻ അംഗീകരിച്ചതായും ഒക്കെ ട്രംപ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയുടെ തുടർച്ച ഹംഗറിയിൽ നടക്കുമെന്ന് ഹംഗേറിയൻ പ്രധാനമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പുടിൻ ഹംഗറിയിലേക്ക് എത്തുമോ? എന്ത് സുരക്ഷ ആണ് പുടിൻ അവിടെ ഒരുക്കുന്നത്? അല്ലെങ്കിൽ എന്ത് ധൈര്യത്താലാണ് പുടിൻ റഷ്യ വിട്ട് ഹംഗറി പോലുള്ള രാജ്യത്തേക്ക് എത്തുന്നത് എന്നാണ് ഇപ്പോഴത്തെ മറ്റൊരു ചോദ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഉക്രൈനിൽ യുദ്ധ കുറ്റവാളിയായി ഉക്രൈനിൽ ക്രൂരത നടത്തി യുദ്ധം നടത്തി അവിടുത്തെ രാജ്യാന്തര കുറ്റവാളിയെ പ്രഖ്യാപിച്ചിരിക്കുന്ന വ്ളാദിമിർ പുടിനെ അന്താരാഷ്ട്ര കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ കോടതിയുടെ പരിധിയിലുള്ള ഹംഗറിയിലെത്തിയാൽ എന്താകും സംഭവിക്കുക എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പുടിൻ ഹംഗറിയിലെത്തുന്നതിനെ യൂറോപ്യൻ യൂണിയൻ സ്വാഗതം ചെയ്തെങ്കിലും യൂറോപ്യൻ യൂണിയന്റെ കോടതി ഒരുപാട് തടസ്സങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിയമപരമായ തടസ്സങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതിൽ നിലനിൽക്കുന്നത്. എന്നാൽ ഹംഗേറിയൻ പ്രധാനമന്ത്രി പുടിന്റെ വരവിനെ സ്വാഗതം ചെയ്തിരുന്നു. തങ്ങളുടെ ആദ്യം നടക്കുന്ന ചർച്ചയ്ക്ക് എല്ലാ തരത്തിലുള്ള സുരക്ഷ ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നു. പുടിൻ ഹംഗറിയിലെത്തിയാൽ പിന്നെ പുടിന്റെ സുരക്ഷ തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഹംഗറിയുടെ പ്രധാനമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. ഉക്രൈനുമായുള്ള വെടിനിർത്തൽ കരാറിലൂടെ ഒരു പുതിയ ലോക സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമമാണ് പുടിൻ നടത്തുന്നതെങ്കിൽ തങ്ങൾ ഈ ചർച്ചയ്ക്ക് എതിര് നിൽക്കില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രസൽസ് കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഹംഗറിയിൽ നടക്കുകയാണെങ്കിൽ തങ്ങൾ എതിർക്കില്ലെന്ന്. പക്ഷേ യൂണിയന്റെ അതിർത്തികളിലെ സംഘർഷം കഴിഞ്ഞ 3 വർഷമായി തുടരുകയാണ്. ഈ സംഘർഷം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചു കിട്ടാനാണ് യൂറോപ്യൻ യൂണിയനും പല വഴിക്ക് ശ്രമിക്കുന്നത്. പക്ഷെ റഷ്യക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. കാരണം ഖത്തറിനെ കൊണ്ട് ഹമാസ് നേതാക്കളെ വിളിച്ചു വരുത്തി സമാധാന ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞ് കൊണ്ടിരുത്തിയിട്ട് ഇസ്രായേലി സൈന്യത്തെ കൊണ്ട് മിസൈൽ ആക്രമണം നടത്തി വധിച്ച ട്രംപിന്റെ കാഞ്ഞ ബുദ്ധി പുടിന് വ്യക്തമായി അറിയാം, റഷ്യൻ ഉദ്യോഗസ്ഥർക്കും വ്യക്തമായി അറിയാം. ഇറാന്റെ മേൽ മണിക്കൂറുകൾ യാത്ര ചെയ്ത് അമേരിക്കൻ ബോംബറുകൾക്ക് കനത്ത നാശനഷ്ടം നടത്താമെങ്കിൽ ഹംഗറി അമേരിക്കൻ ബോംബറുകൾക്ക് വെറും നിസ്സാരമാണെന്നും പുടിൻ അറിയാം. അതാണ് ചരിത്രം. ട്രംപ് ചതിച്ചിരിക്കും. റഷ്യ പിടിച്ചെടുത്ത യുക്രൈന്റെ ഭാഗങ്ങൾ വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ചയിൽ ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടത്. അത് അംഗീകരിച്ചില്ലെങ്കിൽ ഉക്രൈന് സർവനാശം ഉണ്ടാകുമെന്ന് പുടിൻ തന്നോട് പറഞ്ഞതായും അതുകൊണ്ട് പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടത്. റഷ്യ മുന്നോട്ട് വെച്ച നിബന്ധന അംഗീകരിക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടതായാണ് വിവരം. താൻ റഷ്യക്കൊപ്പമാണെന്ന് വരുത്തിയിട്ട് ചതിയിൽ പുടിനെതിരെ ആക്രമണം അഴിച്ചുപിടിക്കാൻ ട്രംപിന്റെ ലക്ഷ്യമെന്ന് പുടിൻ സംശയിക്കുന്നുണ്ടെങ്കിൽ തെറ്റൊന്നും പറയാനുമില്ല. ഇനി യൂറോപ്യൻ യൂണിയന്റെ അവസ്ഥ എന്താണ്? യൂറോപ്യൻ യൂണിയൻ തീരുമാനമെടുക്കുന്നതും യൂറോപ്യൻ യൂണിയനിലെ അന്താരാഷ്ട്ര കോടതി തീരുമാനമെടുക്കുന്നതും എല്ലാം ഒന്നാണ്. പക്ഷേ കോടതിക്ക് നിയമമാണ് വലുത്. യുദ്ധ കുറ്റകൃത്യങ്ങൾ ആരോപിച്ചും യുദ്ധസമയത്ത് ഉക്രൈനിയൻ കുട്ടികളെ നിയമവിരുദ്ധമായി നാടുകടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയുമാണ് 2003 തന്നെ പുടിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ഇത്തരത്തിൽ അറസ്റ്റ് വാറണ്ട് നേരിടുന്നവരെ അറസ്റ്റ് ചെയ്യാൻ ICCക്ക് സ്വന്തമായ സംവിധാനമൊന്നുമില്ല. എന്നാൽ നേരിട്ട് അറസ്റ്റ് ചെയ്യാൻ അവർക്ക് അധികാരമില്ലെന്നത് വാസ്തവമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള അറസ്റ്റ് വാറണ്ട് നടപ്പാക്കാൻ ICCക്ക് തങ്ങളുടെ അംഗരാജ്യങ്ങളുടെ സഹായം ആവശ്യമാണ്.
നിലവിൽ അറസ്റ്റ് വാറണ്ടുള്ള ഒരു വ്യക്തി ഏതെങ്കിലും അംഗരാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചാൽ അത് ഒന്നുകിൽ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിലത്തിറക്കാനോ കഴിയണമെന്നാണ് അംഗരാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര നീതിന്യായ കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഹംഗറിയും ഈ അന്താരാഷ്ട്ര കോടതിയുടെ പരിധിയിലാണ് അംഗരാജ്യമാണ്. തങ്ങളുടെ വ്യോമ മേഖലയിലൂടെ ഏതെങ്കിലും ഒരു അംഗരാജ്യത്തിന്റെ വ്യോമ മേഖലയിലൂടെ ശത്രുവിന്റെ വിമാനം പറന്നാൽ, അറസ്റ്റ് വാറണ്ടുള്ള വ്യക്തിയുമായ ഒരു വിമാനം പറന്നാൽ നിർബന്ധപൂർവ്വം ആ വിമാനം ലാൻഡ് ചെയ്യിക്കാനോ അങ്ങനെ ലാൻഡ് ചെയ്യാൻ അവർ വിസമ്മതിച്ചാൽ അതിനെ വെടിവെച്ചിടാനോ വരെ അധികാരമുണ്ട്. ഈ രാജ്യങ്ങൾക്ക് സാങ്കേതിക തടസ്സം ഉണ്ടായില്ല. പക്ഷേ ഇത് ട്രംപും പുടിനും തമ്മിലുള്ള ഇടപാടാണ്. ഒരുപക്ഷെ അത് വ്യക്തിപരമായൊരു ചർച്ചയെന്ന് വേണമെങ്കിൽ കരുതാം. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിൽ വീണ്ടും ചർച്ച നടത്തുമ്പോൾ അതിനിടയിൽ ഇടങ്കോലിടാൻ മറ്റൊരു രാജ്യവും തയ്യാറാകില്ലെന്നത് മറ്റൊരു വാസ്തവമാണ്. പക്ഷേ ഇടങ്കോലിടാൻ തയ്യാറാകുന്ന ഒരേ ഒരു വ്യക്തി മാത്രമാണ് ട്രംപ്, ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെയാണ് പുടിന് ട്രംപിന് ഒട്ടും വിശ്വാസമില്ല എന്ന് പറഞ്ഞത്. ചർച്ചകളിൽ വെളുക്ക ചിരിച്ചു കാണിക്കുകയും പിന്നീട് അങ്ങോട്ട് ചെന്നിട്ട് ചർച്ചകൾ കൊണ്ട് ഒരു ഉപയോഗവുമില്ല, എന്ത് കാരണത്താൽ താൻ ചർച്ച നടത്തും, ഇനി അതുകൊണ്ട് ഒരു കാര്യവുമില്ല, അതിനൊരു കാരണമില്ലെന്നൊക്കെ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിൽ തട്ടിവിടും. അത് ട്രംപിന്റെ സ്ഥിരം പരിപാടിയാണ്. ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങുമായുള്ള നേരത്തെയുള്ള ഒന്നാം ഘട്ട ചർച്ചകൾക്ക് ശേഷം ഇരുവരും തമ്മിൽ ഉച്ചകോടിക്കായി സന്ധിക്കുമെന്ന് ട്രംപ് തന്നെ അറിയിച്ചിരുന്നതാണ്. അങ്ങനെയാണ് ടിക്ടോക്കിന്റെ കച്ചവടം വരെ ട്രംപ് ഉറപ്പിച്ചു വെച്ചത്, കരാറാകുകയും ചെയ്തു. പക്ഷേ ഒടുവിൽ ചൈന അമേരിക്കയിലേക്കുള്ള ധാതു കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യക്കും ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ലോകത്തെ മറ്റേത് രാജ്യങ്ങളിലേക്കും ചൈന തങ്ങളുടെ ധാതുക്കളുടെ ദൗർലഭ്യം കാരണം, അത് ഖനനം ചെയ്യുന്നതിലെ കാലതാമസം കാരണം ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അപ്പോൾ ചൈനയ്ക്ക് ഇരട്ടി താരിഫും അടിച്ചു കൊടുത്തു. ഇനി ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങുമായി കണ്ടിട്ട് കാണാനായിട്ട് ഒരു കാരണവും തന്റെ പക്കൽ ഇല്ല എന്ന് വെളുക്കെ ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കും പഴയ ചാക്കും ഒന്നാണെന്ന് പുടിനും ഇന്ത്യയും ചൈനയും ഒക്കെ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുടിൻ സംശയിക്കുന്നതും ഏതെങ്കിലും ഒരു തരത്തിൽ താൻ ഹംഗറിയിൽ എത്തിയാൽ റഷ്യൻ ഉദ്യോഗസ്ഥർ കരുതുന്നത് പോലെ റഷ്യൻ പ്രസിഡന്റിനെ അപായപ്പെടുത്താനുള്ള നീക്കങ്ങൾ പോലും പല വഴിക്കുണ്ടാകാം. പക്ഷേ ഒരുപക്ഷെ അമേരിക്ക പ്രേരിപ്പിച്ച് മറ്റ് ഏജൻസികൾ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളാകാം. പക്ഷേ ഒടുവിൽ ട്രംപ് കൈകഴുകും, താനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയും. പക്ഷേ ഇതൊക്കെ ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥിരം വേലത്തരങ്ങളാണെന്ന് വ്ളാദിമിർ പുടിനും അറിയാം, റഷ്യയിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്കും അറിയാം. അതുകൊണ്ട് എന്തായാലും ഒരടി അകലം മാറി നിന്ന് മാത്രമേ അവർ ട്രംപിന്റെ ഈ ഉച്ചകോടിയെ വീക്ഷിക്കുകയുള്ളൂ. മിഡിൽ ഈസ്റ്റിൽ ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾക്ക് മറുപടിയായി ഇസ്രായേൽ സർക്കാരിനെതിരായ ഉപരോധങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതിന് കടുത്ത വിമർശനം നേരിടുകയാണ് യൂറോപ്യൻ യൂണിയൻ. തിങ്കളാഴ്ച യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ചർച്ചയ്ക്ക് ശേഷം യൂറോപ്യൻ വിദേശകാര്യ മേധാവി കാജ കലാസ് ഇസ്രായേലുമായുള്ള മുൻഗണനാ വ്യാപാരം മരവിപ്പിച്ചതും ഇരുവശത്തുമുള്ള സംഘർഷത്തിന് കാരണക്കാരായവർക്കെതിരായ ഉപരോധങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു. 2026 മുതൽ ഇംഗ്ലണ്ടിലെ സർവകലാശാലകളിലെ ട്യൂഷൻ ഫീസ് ഓരോ വർഷവും വർദ്ധിപ്പിക്കുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ. ഇതോടെ ബ്രിട്ടനിലെ പഠന ചിലവ് കുതിച്ചുയരും. അടുത്ത 2 വർഷത്തേക്കുള്ള വർധനവും ഭാവിയിൽ നടപ്പാക്കാനുള്ള നിയമനിർമ്മാണവും ഉടൻ നടപ്പാക്കുമെന്ന് വ്യക്തമാക്കി വിദ്യാഭ്യാസ സെക്രട്ടറി ബജറ്റ് ഫിലിപ്സൺ പാർലമെന്റിൽ പ്രസ്താവന നടത്തി. ഇപ്പോൾ പ്രതിവർഷം 9,000 പൗണ്ടോളം വരുന്ന ഫീസ് നിലവിലെ വിലക്കയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ 2026 മുതൽ 4,000 പൗണ്ട് കൂടി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നൽകുന്ന സർവകലാശാലകൾക്കാണ് പരമാവധി ഫീസ് ഈടാക്കാൻ അനുമതിയുള്ളത്. നിലവാരമില്ലാത്ത സ്ഥാപനങ്ങൾക്ക് ഫീസ് പരിമിതപ്പെടുത്താനും വിദ്യാർത്ഥി പ്രവേശനം നിയന്ത്രിക്കാനും സാധ്യതയുണ്ടെന്ന സുപ്രധാന നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഉക്രൈനിൽ ഒരു വെടിനിർത്തൽ കരാർ നടപ്പാക്കുമ്പോൾ രാജ്യത്തിന് സ്ഥിരത കൈവരിക്കാനുള്ള സേനയ്ക്ക് ബ്രിട്ടൻ ചിലവാക്കുക 100 മില്യൺ പൗണ്ടിലധികമാകുമെന്ന് UK പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറഞ്ഞു. സമാധാന ചർച്ചകളിലൂടെ വെടിനിർത്തൽ സാധ്യമാക്കിയാൽ UKയുടെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിലുള്ള ബഹിരാഷ്ട്ര സേനയെ ഉക്രൈനിന് വേഗത്തിൽ വിന്യസിക്കാൻ തയ്യാറാകുന്നതിന് ചെലവുകൾ ഇതിനകം കണക്കാക്കിയിട്ടുണ്ടെന്നും ജോൺ ഹീലി അറിയിച്ചു. സമാധാനം സാധ്യമാണെന്നും പ്രസിഡന്റ് ട്രംപിന് സമാധാന ചർച്ച നടത്താൻ കഴിയുമെങ്കിൽ ദീർഘകാലത്തേക്ക് സമാധാനം കാത്തുസൂക്ഷിക്കാൻ തങ്ങൾക്കാകുമെന്നും ജോൺ ഹീലി പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയം അമേരിക്ക ഇതേവരെ കണ്ടിട്ടില്ലാത്ത കോമഡി ഷോയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ചൈനയ്ക്ക് വീണ്ടും അധിക താരിഫ് ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ രാഷ്ട്രീയം അമേരിക്ക ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കോമഡി ഷോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഒരു രാഷ്ട്രാധിപൻ എന്നതിനേക്കാൾ കൂടുതൽ ഒരു ടെലിവിഷൻ താരവും സോഷ്യൽ മീഡിയ അഡിക്റ്റുമൊക്കെയായി മാറിക്കൊണ്ട് തന്റെ മുഖം വെളുപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രസംഗങ്ങൾ, ട്വിറ്റർ പോസ്റ്റുകൾ, താൽക്കാലിക തീരുമാനങ്ങൾ എന്നിവ എല്ലാം തന്നെ രാഷ്ട്രീയത്തെക്കാൾ വിനോദരംഗത്തിന്റെ ഭാഗമായി.
സ്വന്തം രാജ്യത്തിനും ലോകത്തിനും വല്ലതും നല്ലത് ചെയ്യുന്നതിനേക്കാൾ തന്റെ സ്വപ്നപരമായ സ്വാധീനം നിലനിർത്താനുള്ള ശ്രമമാണ് ട്രംപ് നടത്തിക്കൂട്ടുന്നത്. അമേരിക്കൻ സ്ഥാനപതി എന്ന കസേരയെ കളിപ്പാട്ടം പോലെ തട്ടിക്കളിച്ച മറ്റൊരു നേതാവ് അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. പല രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തിയെങ്കിലും ഒടുവിൽ ട്രംപ് ലോകത്തിന്റെ പരിഹാസ പാത്രമായി എന്നത് വസ്തുതയാണ് എന്നത് നിലനിൽക്കുകയും ട്രംപിന്റെ ഭരണത്തിന് നയങ്ങൾ കുറച്ചൊന്നുമല്ല ലോകരാഷ്ട്രങ്ങളെ മൊത്തത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് എടുത്തു പറയാതെ കഴിയില്ല. അതിനെതിരെ അരയും തലയും മുറുകെ യുദ്ധം ചെയ്യുന്നത് ചൈനയും ഇന്ത്യയും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ മുൻനിര ശത്രുക്കളുടെ പട്ടികയിൽ ഇന്ത്യയും ചൈനയുമാണ്. ഇന്ത്യക്കെതിരെ കഴിഞ്ഞ ദിവസം വീണ്ടും താരിഫ് ഭീഷണി മുഴക്കിയതിനു പിന്നാലെ ചൈനയെ കൂടി കെട്ടിവരിയാൻ പുറപ്പെട്ടിരിക്കുകയാണ് ട്രംപ്. അമേരിക്കയുമായി നീതിപൂർവമായ വ്യാപാര കരാറിൽ എത്തിച്ചേരാത്ത പക്ഷം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ നവംബർ 1-ാം തീയതി മുതൽ 155% വരെ തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. വൈറ്റ് ഹൌസിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി ധാതു കരാർ ഒപ്പിട്ടതിനു പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ധാതുക്കളുടെ ഇറക്കുമതിയിൽ ചൈനയോടുള്ള ആശ്രയത്വം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓസ്ട്രേലിയയുമായി US കരാർ ഒപ്പിട്ടിട്ടുള്ളത്. ചൈനയ്ക്ക് അമേരിക്കയോട് ഏറെ ബഹുമാനമുണ്ടെന്നാണ് കരുതുന്നതെന്നും തീരുവ ഇനത്തിൽ വലിയ തുകയാണ് അവർ തരുന്നത് എന്നും പറഞ്ഞ ട്രംപ് ചൈന 55% തീരുവയാണ് ഒടുക്കുന്നതെന്നും അത് വലിയ തുകയാണ് എന്നും കൂട്ടിച്ചേർത്തു. കൂടാതെ ചൈന 55% അടച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിൽ എത്തിച്ചേർന്നില്ല എങ്കിൽ നവംബർ 1-ാം തീയതിയോടെ അത് 155% ആകുമെന്നും ആൽബനീസുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു. US-ന്റെ വ്യാപാര നയങ്ങളെ മുൻപ് ധാരാളം രാജ്യങ്ങൾ ചൂഷണം ചെയ്തിരുന്നെന്നും എന്നാൽ ഇനി അത്തരമൊരു നേട്ടം കൊയ്യാൻ ആരെയും അനുവദിക്കില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ചൈനയുമായി വ്യാപാര യുദ്ധം ഘടിപ്പിക്കുന്ന US-നെ നിലയ്ക്കു നിർത്താൻ അവരുടെ തന്നെ തന്ത്രങ്ങൾ തിരിച്ചു പ്രയോഗിക്കുകയാണ് ഇപ്പോൾ ചൈന. US കമ്പനികളുടെ സാങ്കേതിക വിദ്യ ചൈനീസ് കമ്പനികൾക്ക് ലഭ്യമാവുന്നത് തടയുന്ന ഫോറിൻ ഡയറക്ട് പ്രൊഡക്ട് റൂളിന് സമാനമായ നടപടിയുമായാണ് ചൈന രംഗത്തെത്തിയിരിക്കുന്നത്. US സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന വിദേശത്ത് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെ നിയന്ത്രിക്കാനാണ് ഈ നിയമം ഉപയോഗിക്കുന്നത്. പ്രധാനമായും ചൈനയെ ലക്ഷ്യമിട്ടുള്ള തന്ത്രമാണിത്. അപ്പോൾ അപൂർവ ധാതുക്കളുടെ കാര്യത്തിൽ ചൈനയും സമാനമായ നീക്കമാണ് നടത്തുന്നത്. ചൈനയിൽ നിന്നുള്ള അപൂർവ ധാതുകാന്തങ്ങൾ കയറ്റുമതി ചെയ്യണമെങ്കിൽ വിദേശ സ്ഥാപനങ്ങൾ സർക്കാർ അനുമതി നേടണമെന്നാണ് ഇപ്പോൾ ചൈനീസ് ഭരണകൂടത്തിന്റെ നിർദ്ദേശം. അപൂർവ ധാതുക്കളുടെ കാര്യത്തിൽ വിദേശ ആശ്രിതത്വം കൂടുതലുള്ള രാജ്യമാണ് US. ചൈനീസ് നിയന്ത്രണം US-ന്റെ പല പദ്ധതികളെയും ഗുരുതരമായി ബാധിക്കും. ചുരുക്കത്തിൽ അതിരൂക്ഷ രക്തരഹിത യുദ്ധം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. പീറ്റർ ടൊറോട്ട് പപ്പുവ ന്യൂഗിനിയയിലെ ആദ്യ വിശുദ്ധനായുള്ള വത്തിക്കാന്റെ ആ പ്രഖ്യാപനത്തെ ദേശീയ അഭിമാനത്തിന്റെ ചരിത്ര നിമിഷമായി ആഘോഷിക്കുകയാണ് പപ്പുവ ന്യൂഗിനിയ. 1945-ൽ ബഹുഭാര്യത്വം നിലനിന്ന കാലത്ത് ഏകഭാര്യ വിവാഹത്തിനു വേണ്ടി നിലകൊണ്ടതിന് ജയിലിൽ കൊല്ലപ്പെട്ട പീറ്റർ ടൊറോട്ടിനെ വിശുദ്ധരാക്കാനുള്ള നടപടിക്രമങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് തന്റെ അവസാന കാലത്ത് തുടങ്ങിവെച്ചത്. ഞായറാഴ്ച സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന കുർബാനയിൽ ലിയോ 14 മാർപ്പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ച 7 പേരിൽ ഒരാളായിരുന്നു ടൊറോട്ട്. പപ്പുവ ന്യൂഗിനിയിലുടനീളം ചടങ്ങുകൾ നടന്നു. ടൊറോട്ട് ജനിച്ച ഈസ്റ്റ് ന്യൂ ബ്രിട്ടൻ ദ്വീപിലെ റാങ്കുനായ് ഗ്രാമത്തിൽ 100 കണക്കിന് പേർ ഒത്തുകൂടി ആഘോഷിച്ചു. ആയിരക്കണക്കിന് ആളുകൾ തലസ്ഥാനമായ പോർട്ട് മോറസ്ബിയിലെ ശുശ്രൂഷകളിലും പങ്കെടുത്തു. തിങ്കളാഴ്ച പാരീസിന് വടക്കുള്ള ജില്ലകളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് 10 ജില്ലകളിൽ നാശനഷ്ടമുണ്ടാക്കി. 3 നിർമ്മാണ ക്രെയിനുകൾ മറിഞ്ഞു വീണ് ഒരാൾ കൊല്ലപ്പെടുകയും 4 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ക്രെയിനുകൾ മറിഞ്ഞു വീഴുകയും കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ പറന്നു പോകുകയും ചെയ്ത റിപ്പോർട്ടുണ്ട്. 21 വയസ്സുള്ള നിർമ്മാണ തൊഴിലാളി കൊല്ലപ്പെട്ടതായും 10 പേർക്ക് പരിക്കേറ്റതായും അതിൽ 4 പേരുടെ നില ഗുരുതരമാണെന്നും റീജിയണൽ പ്രോസിക്യൂട്ടർ ഗൂരക് ലേബ്രാസ് പറഞ്ഞു. പാരീസിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ വടക്ക് കിഴക്കെ സ്ഥിതി ചെയ്യുന്ന എർമോൺ പട്ടണത്തിലാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായും ഉദ്യോഗസ്ഥർക്കും സ്ഥലത്തെ രക്ഷാപ്രവർത്തകർക്കും ദുരിതബാധിതർക്കും പിന്തുണ അറിയിക്കുന്നതായും ആഭ്യന്തരമന്ത്രി ലോറൻ ന്യൂവസ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. 18-ാം വയസ്സിൽ അമേരിക്കയിലെ ചെസ്സിലെ ഗ്രാൻഡ് മാസ്റ്ററായ കാലിഫോർണിയ നോർത്ത് കരോലിനയിലെ ഡാനിയൽ നരോഡിസ്കി തിങ്കളാഴ്ച അന്തരിച്ചു. ഡാനിയ എന്നറിയപ്പെടുന്ന നരോഡിസ്കിക്ക് 29 വയസ്സായിരുന്നു. മരണകാരണം കുടുംബം വ്യക്തമാക്കിയിട്ടില്ല. അണ്ടർ 12-ലാണ് ഡാനിയൽ ലോക ചാമ്പ്യൻഷിപ്പ് നേടിയത്. പരമ്പരാഗത ചെസ്സിൽ ലോകമെമ്പാടുമുള്ള മികച്ച 200 പേരിൽ ഡാനിയലും ഉൾപ്പെട്ടിരുന്നു. ബ്ലിറ്റ്സ് ചെസ് എന്ന വേഗതയേറിയ ശൈലിയിലും മികവ് പുലർത്തി. മുതിർന്നവരുടെ കരിയറിൽ മികച്ച 25 റാങ്കിംഗ് ആയിരുന്നു. ഓഗസ്റ്റിൽ US നാഷണൽ ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പ് നരോഡിസ്കി നേടിയിരുന്നു. അതിശയകരമെന്നാണ് മോഷണത്തിന് ശേഷം മ്യൂസിയത്തിന് പുറത്ത് നിലത്ത് കിടക്കുന്ന നിലയിൽ തിരിച്ചു കിട്ടിയ
അമൂല്യമായ കിരീടത്തെ പറ്റി ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രി റാച്ചഡ ഡാറ്റി വിശേഷിപ്പിച്ചത്. പാരീസിലെ ലോക പ്രശസ്തമായ ലുവ്രെ മ്യൂസിയത്തിൽ ഞായറാഴ്ച നടന്ന വൻ കൊള്ളയിൽ ഫ്രാൻസിലെ ചക്രവർത്തിനി യുജീനിയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണം, വജ്രങ്ങൾ, മരകങ്ങൾ എന്നിവകൊണ്ട് നിർമ്മിച്ച കിരീടം കള്ളന്മാർ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് റാച്ചഡ ഡാറ്റി പറഞ്ഞത്. മ്യൂസിയത്തിന്റെ അപ്പോളോ ഗാലറിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 9 അമൂല്യ ചെത്തുവസ്തുക്കളിൽ ഒന്നായിരുന്നു ഈ കിരീടം. കുറ്റവാളികൾക്കെതിരെ കർശന തിരച്ചിൽ ആരംഭിച്ചതായും അതിവേഗം അവരെ പിടികൂടാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും റാച്ചഡ ഡാറ്റി പറഞ്ഞു. ലോ കേരള സഭ UK നേതൃത്വത്തിൽ പ്രവാസികൾക്കായുള്ള നോർക്ക കെയർ ഓൺലൈൻ ക്യാമ്പയിൻ ഒക്ടോബർ 25 വൈകിട്ട് നടക്കും. ആഗോള തലത്തിൽ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രത്യേക രജിസ്ട്രേഷൻ ക്യാമ്പുകൾ വിവിധ രാജ്യങ്ങളിൽ നടത്തി വരുന്നതിന്റെ ഭാഗമായാണ് UK നടത്തുക. UK വിദ്യാർത്ഥികൾക്കും തൊഴിൽ ചെയ്യുന്ന മലയാളികൾക്കും ഏറെ പ്രയോജനപരമായ ആരോഗ്യ പദ്ധതിയാണ് ഈ നോർക്ക കെയർ. ഭർത്താവ്, ഭാര്യ, 25 വയസ്സിൽ താഴെയുള്ള 2 കുട്ടികൾ എന്നിവരടങ്ങുന്ന ഒരു കുടുംബത്തിന് 13,411 രൂപ പ്രീമിയത്തിൽ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും 10 ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് പേഴ്സണൽ അപകട ഇൻഷുറൻസ് പരീക്ഷയും ഉറപ്പാക്കുന്നതാണ് നോർക്ക കെയർ പദ്ധതി. നവംബർ 1 മുതൽ നോർക്ക കെയർ പരീക്ഷ പ്രവാസി കേരളീയർക്ക് ലഭ്യമാകും. നിലവിൽ കേരളത്തിലെ 500-ലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ 16,000-ഓളം ആശുപത്രികൾ വഴി പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കാം. നോർക്ക പ്രവാസി ID, സ്റ്റുഡന്റ് ID, NRK ID എന്നിവയുള്ള പ്രവാസികൾക്ക് നോർക്ക കെയറിൽ അംഗമാകാമെന്ന് ലോ കേരള സഭ UK ചെയർപേഴ്സൺ ജിൻ ജോസ്, കൺവീനർ വിശാൽ ഉദയകുമാർ എന്നിവർ അറിയിച്ചു. മികച്ച പ്രതികരണമാണ് നോർക്ക കെയറിന് പ്രവാസി മലയാളികളിൽ നിന്നും ലഭിക്കുന്നത്. പ്രവാസികളുടെയും പ്രവാസി സംഘടനകളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് എൻറോൾമെന്റ് തീയതി ഒക്ടോബർ 30 വരെ നീട്ടിയിരിക്കുന്നത്. നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചോ നോർക്ക കെയർ മൊബൈൽ ആപ്പുകൾ മുഖേനയോ നോർക്ക പ്രവാസി ID, സ്റ്റുഡന്റ് ID, NRK ID എന്നിവയുള്ള പ്രവാസി കേരളീയർക്ക് രജിസ്റ്റർ ചെയ്യാം. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റർ മിഡ്ലാൻഡ്സ് ഏരിയ യൂണിറ്റ് റീജിയണലിന്റെ നേതൃത്വത്തിൽ 6 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ജവഹർ ബാലമഞ്ച് മാതൃകയിൽ കേരള ബാലജന സഖ്യം എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിക്കുന്നു. സംഘടനയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ഔദ്യോഗിക ലോഗോ, നിയമാവലി എന്നിവയുടെ പ്രകാശനവും ശിശുദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് നവംബർ 22 ശനിയാഴ്ച ബോൾട്ടൺ ഫാം വർത്തിലുള്ള IOC UK കേരള ചാപ്റ്റർ മിഡ്ലാൻഡ്സ് ഓഫീസ് ഹെഡ് സമുച്ചയത്തിൽ നിർവഹിക്കും. ചടങ്ങിൽ കേരളത്തിലും UK നിന്നുള്ള രാഷ്ട്രീയ സാംസ്കാരിക വ്യക്തികൾ ഓൺലൈനായി നേരിട്ട് പങ്കെടുക്കും. കുട്ടികളിലെ കലാ, കായിക, വായന കഴിവുകളെ വളർത്തുകയും അവരിപ്പോൾ കഴിയുന്ന സാമൂഹിക ചുറ്റുപാടുകളും നിയമസംഹിതയ്ക്കും കോട്ടം തട്ടാതെ ഇന്ത്യൻ മൂല്യങ്ങളെ അധിഷ്ഠിതമായ പുതുതലമുറയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നതാണ് സംഘടനയുടെ ലക്ഷ്യം. മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മ കുട്ടികളുടെ നേതൃഗുണവും സാമൂഹിക ബോധവും വളർത്തുന്ന വേദിയായി മാറും. ശിശുദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് കുട്ടികൾക്കായി പ്രസംഗം, കളറിംഗ് മത്സരങ്ങൾ എന്നിവയ്ക്കൊപ്പം ചാച്ചാജി എന്ന തലക്കെട്ടിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ചിത്ര പ്രദർശനവും സെമിനാറും സംഘടിപ്പിക്കും. ചടങ്ങുകളോടനുബന്ധിച്ച് കേരള ബാലജന സഖ്യത്തിന്റെ അംഗത്വ വിതരണവും നടക്കും. ഭാവിയിൽ യുവജനോത്സവ മാതൃകയിൽ കലാ, സാഹിത്യ, കായിക മത്സരങ്ങൾ അടങ്ങിയ വിപുല മേളകളും സംഘടിപ്പിക്കാനുള്ള പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. കുട്ടികളിലെ കഴിവുകൾ മുളയിലെ തന്നെ തിരിച്ചറിയുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വേദിയായി കൂട്ടായ്മ മാറുമെന്ന് IOC UK കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് വ്യക്തമാക്കി. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്: ഒരു പൗണ്ട് 117.72 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.99 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 102.32 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനഡിയൻ ഡോളർ 62.6 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. ഇനി നാഷണൽ ന്യൂസ്. ബീഹാർ നിയമസഭയിലേക്കുള്ള പ്രചരണം ആരംഭിക്കുമ്പോൾ തന്നെ ഇന്ത്യ സഖ്യം പല വഴിയിലൂടെ ഓടുകയാണ്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായ കഴിഞ്ഞ ദിവസവും ഒന്നിച്ച് ഒരു സീറ്റ് ധാരണ പ്രഖ്യാപിക്കാൻ ഇന്ത്യ സഖ്യ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. RJD കഴിഞ്ഞ ദിവസം 143 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. 9 സഖ്യകക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന അവസ്ഥയാണ്. 6 സീറ്റിൽ കോൺഗ്രസും RJDയും മുഖാമുഖം എത്തുമ്പോൾ 3 കോൺഗ്രസും CPയുമാണ് മത്സരത്തിലുള്ളത്. ലാൽഗഞ്ചിൽ കോൺഗ്രസ് പിന്മാറിയേക്കുമെന്നും സൂചനയുണ്ട്. കോൺഗ്രസ് RJD പോരാട്ടം നടക്കുന്ന സീറ്റുകളിൽ 2ാം ഘട്ടത്തിലാണ് മത്സരം എന്നതിനാൽ അനുനയ ചർച്ച തുടരും. PM ശ്രീക്ക് വഴങ്ങാൻ കേരളം ഒടുവിൽ തയ്യാറെടുക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് തമിഴ്നാട്. സ്വന്തം നയം രൂപീകരിച്ച് കേന്ദ്രത്തിനെതിരെ NEPയുടെ പ്രധാന നിബന്ധനകളെ എതിർത്ത് സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് തമിഴ്നാട്. സുപ്രീം കോടതി സമീപിച്ചാണ് കേന്ദ്ര ഫണ്ട് തമിഴ്നാട് നേടിയെടുത്തത്. അപ്പോഴും NEPയിൽ ഒപ്പിടാത്തതിനാൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 4,000 കോടി രൂപ കേന്ദ്രം തടഞ്ഞു വെക്കുകയും വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കുന്നതിന്
450 കോടി രൂപ മാത്രം അനുവദിക്കുകയുമാണ് ചെയ്തത്. അധ്യാപകരുടെ ശമ്പളം, വിദ്യാർത്ഥികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന വികസനം എന്നിവയ്ക്കായി സ്വന്തം പണമാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ചെലവാക്കുന്നത്. ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെ രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വായു ഗുണനിലവാരം ഏറ്റവും മോശമായ അവസ്ഥയിൽ. രാവിലെ പുകമഞ്ഞ് മൂടിയ നിലയിലാണ് ഡൽഹിയിൽ പലയിടങ്ങളും. 347 ഇപ്പോഴത്തെ ശരാശരി വായു ഗുണനിലവാര സൂചിക. വളരെ മോശം നിലയാണിത്. ഡൽഹിയിലെ 38 നിരീക്ഷണ കേന്ദ്രങ്ങളിലെ 36 വായു ഗുണനിലവാരത്തിൽ റെഡ് സോണിലാണ്. ദീപാവലിയുടെ ഭാഗമായി വൻതോതിൽ പടക്കം പൊട്ടിക്കുന്നത് മലിനീകരണത്തോത് ഉയർത്തി. മലിനീകരണം തടയുന്നതിനായി ഇത്തവണ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും കർശന നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഹരിത പടക്കങ്ങൾ മാത്രം പൊട്ടിക്കാനായിരുന്നു സുപ്രീം കോടതി അനുമതി. ഇനി കേരള ഹൈലൈറ്റ്സ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ച് ബംഗളൂരു കേന്ദ്രീകരിച്ച് നടന്ന ഗൂഢാലോചനയാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിവെച്ചതെന്നാണ് റിപ്പോർട്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിയായിരുന്നു ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യൽ. ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഇളക്കിക്കൊണ്ടുപോയത് അനന്ത സുബ്രഹ്മണ്യമാണെന്ന് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളിലെ സംവരണ ഡിവിഷനുകളുടെയും കോർപ്പറേഷനുകളിലെ സംവരണ വാർഡുകളുടെയും നറുക്കെടുപ്പ് പൂർത്തിയാകുന്നതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളുടെ നറുക്കെടുപ്പാണ് അന്തിമമായി നടന്നത്. 25-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകും. അടുത്ത മാസം ആദ്യവാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. നവംബർ, ഡിസംബർ മാസങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ സൂചിപ്പിച്ചു. കിടക്കകളുടെ എണ്ണം കണക്കിലെടുക്കാതെ സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും നഴ്സുമാർ ഉൾപ്പെടെ മുഴുവൻ ജീവനക്കാർക്കും 6-6-12 മണിക്കൂർ ഷിഫ്റ്റ് സമ്പ്രദായം ഒരേപോലെ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നിർണായകമായ ഉത്തരവ്. 100 കിടക്കയിലധികമുള്ള സ്വകാര്യ ആശുപത്രിയിൽ മാത്രമായിരുന്നു ഇതുവരെ പകൽ 6 മണിക്കൂർ വീതവും രാത്രി 12 മണിക്കൂറും എന്ന ഷിഫ്റ്റ് സമ്പ്രദായം ഉണ്ടായിരുന്നത്. വി വീരകുമാർ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ച് 2021 പുറത്തിറക്കിയ ഉത്തരവാണ് എല്ലാ സ്വകാര്യ ആശുപത്രികൾക്കും ബാധകമാക്കിയത്. ഇതോടെ സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും നഴ്സുമാർക്ക് ഒരേ ഷിഫ്റ്റ് സമ്പ്രദായമായി. നഴ്സുമാരുടെ സമരത്തെ തുടർന്നാണ് സ്വകാര്യ മേഖലയിലെ നഴ്സുമാരുടെ ജോലി സമയം സംബന്ധിച്ച് പഠനം നടത്താൻ മുൻ ജോയിന്റ് ലേബർ കമ്മീഷണർ സി വീരകുമാർ അധ്യക്ഷനായ കമ്മിറ്റിയെ 2012 നവംബർ സർക്കാർ നിയോഗിച്ചു. ന്യൂസ് സ്പോർട്സ്. ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ താരം പർവേസ് റസൂൽ. ജമ്മു കാശ്മീരിൽ നിന്നും ദേശീയ ടീമിൽ ഇടം പിടിച്ച ആദ്യ താരമായ പർവേസ് റസൂൽ 2 രാജ്യാന്തര മത്സരങ്ങളിൽ ഇന്ത്യൻ കുപ്പായം അണിഞ്ഞിട്ടുണ്ട്. 2014 ഒരു ഏകദിനത്തിലും 2017 2020 മത്സരത്തിലുമാണ് പർവേസ് കളിച്ചത്. കശ്മീരിൽ നിന്നും IPL കളിക്കുന്ന ആദ്യ താരമെന്ന നേട്ടവും താരത്തിനുണ്ട്. പൂനെ വാരിയേഴ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമുകളിൽ അംഗമായിരുന്നു. ദേശീയ ടീമിന് പുറമെ ആഭ്യന്തര ക്രിക്കറ്റിലും അവസരമില്ലാതായതോടെയാണ് സജീവ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുകയെന്ന തീരുമാനം റസൂൽ BCCA അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാനഡയിൽ ഇന്ത്യക്കാർ സുരക്ഷിതമല്ലെന്ന് ഇന്ത്യൻ ഹൈ കമ്മീഷണറുടെ വെളിപ്പെടുത്തൽ. കാനഡയിൽ ഇന്ത്യക്കാർ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ടെന്നും എല്ലാവരും ഭയാശങ്കയിലാണെന്നും ദിനേശ് പട്നായിക്. ഇന്ത്യയിലെ കനേഡിയൻ ഹൈ കമ്മീഷണർക്ക് സംരക്ഷണം ആവശ്യമില്ല, പക്ഷേ കാനഡയിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണർക്ക് സംരക്ഷണം ആവശ്യമാണെന്ന് തുറന്നു പറഞ്ഞ് പട്നായിക്. നവി മുംബൈയിലെ വാഷിയിലെ സെക്ടർ 17 MG കോംപ്ലക്സിലെ റഹേജ റെസിഡൻസിയുടെ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു മലയാളി കുടുംബത്തിലെ 3 പേർ ഉൾപ്പെടെ 6 പേർ മരിച്ചു. മരിച്ച മലയാളികൾ തിരുവനന്തപുരം സ്വദേശികൾ. ഒറിഗോണിലെ പോർട്ട്ലാൻഡിലേക്ക് നാഷണൽ ഗാർഡിനെ വിന്യസിക്കാൻ കോടതിയുടെ അനുമതി. ചിക്കാഗോയിലേക്ക് നാഷണൽ ഗാർഡിനെ വിന്യസിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം അനുവദിക്കരുതെന്ന് സുപ്രീം കോടതിയിൽ ചിക്കാഗോ നഗരത്തിന്റെയും ഇലിനോയ് സംസ്ഥാനത്തിന്റെയും അറ്റോർണിമാർ. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ സർക്കാരിനെതിരായ ഉപരോധങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതിന് യൂറോപ്യൻ യൂണിയനെതിരെ കടുത്ത വിമർശനം. 2026 മുതൽ ഇംഗ്ലണ്ടിലെ സർവകലാശാലകളിലെ ട്യൂഷൻ ഫീസ് ഓരോ വർഷവും വർദ്ധിപ്പിക്കുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ. ഇതോടെ ബ്രിട്ടനിലെ പഠന ചെലവ് കുതിച്ചുയരും. അടുത്ത 2 വർഷത്തേക്കുള്ള വർധനയും ഭാവിയിൽ നടപ്പാക്കേണ്ട നിയമനിർമ്മാണവും ഉടനുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സൺ പാർലമെന്റിൽ. പീറ്റർ ടോറോട്ടിനെ പപ്പുവ ന്യൂഗിനിയിൽ നിന്നുള്ള ആദ്യ വിശുദ്ധനെ പ്രഖ്യാപിച്ച് വത്തിക്കാൻ. ലോ കേരള സഭ UK-യുടെ നേതൃത്വത്തിൽ പ്രവാസികൾക്കായുള്ള നോർക്ക കെയർ ഓൺലൈൻ ക്യാമ്പയിൻ ഒക്ടോബർ 25-ന് വൈകിട്ട്. PM ശ്രീക്ക് വഴങ്ങാൻ കേരളം തയ്യാറെടുക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് തമിഴ്നാട്. സ്വന്തം നയം രൂപീകരിച്ച് കേന്ദ്രത്തിനെതിരെ പോരാട്ടം ശക്തിപ്പെടുത്താനും തമിഴ്നാട്. ജില്ലാ പഞ്ചായത്തുകളിലെ സംവരണ ഡിവിഷനുകളുടെയും കോർപ്പറേഷനുകളിലെ സംവരണ വാർഡുകളുടെയും നറുക്കെടുപ്പ് പൂർത്തിയാകുന്നതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നെന്ന് പ്രതീക്ഷിച്ച് കേരളം. കിടക്കകളുടെ എണ്ണം കണക്കിലെടുക്കാതെ സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും നഴ്സുമാർ ഉൾപ്പെടെ മുഴുവൻ ജീവനക്കാർക്കും
12 മണിക്കൂർ ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പാക്കണമെന്ന് കേരള സർക്കാരിന്റെ നിർണായകമായ ഉത്തരവ്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.